ലക്ഷദ്വീപ് ഷിപ്പ് ടിക്കറ്റിനെ കുറിച്ച് മിസ്റാവ് പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച ആയിരിക്കുകയാണ്. പഴയ വെബ്സൈറ്റിൽ നിന്നും ടിക്കറ്റ് പർച്ചേസ് ചെയ്തതെന്നും അതുകൊണ്ട് യാത്ര ചെയ്തിട്ടുണ്ടെന്നുമുള്ള വിചിത്രമായ വാദങ്ങളും ചിലർ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ സത്യം? എന്താണ് ഇതിൻ്റെ ടെക്നിക്കൽ വശം? ഒരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. ലക്ഷദ്വീപിലേക്കുള്ള ഷിപ്പ് ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം 2025 നവംബർ മാസത്തോടുകൂടി IRCTC പോർട്ടലിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിവരം ലക്ഷദ്വീപ് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യലി മുൻകൂട്ടി ലക്ഷദ്വീപ് ജനങ്ങളെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ കൺഫ്യൂഷൻ വന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ പഴയ ലാക്പോർട്ട് വെബ്സൈറ്റ് ഇപ്പോഴും ആക്റ്റീവാണ്. കാരണം ഷിപ്പിംഗ് ബിൽ പോലുള്ള സർവീസ് അതിൽ കൂടി തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ഗേറ്റ്വേയും ഓപ്പൺ ആയി തന്നെ തുടരുന്നു. ഇത് കണ്ടിട്ട് പഴയ വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്കിംഗ് നടക്കുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്കൽ വശം കൂടി പറയാം. പഴയ ലാക്പോർട്ടിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റും IRCTC ബോർഡിംഗ് പാസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. IRCTC സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന ബോർഡിംഗ് പാസിന് ഒരു യൂണിക് വെരിഫിക്കേഷൻ സ്ട്രക്ചർ നിലനിൽക്കുന്നുണ്ട്. പാസഞ്ചർ ബോർഡിംഗ് ഗേറ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ IRCTC ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യാനുള്ള പ്രത്യേക സംവിധാനവുമുണ്ട്. അതിലൂടെ പാസഞ്ചർ ബോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ലൈവ് വെരിഫിക്കേഷനും നടക്കുന്നുണ്ട്. അതുകൊണ്ട് പഴയ വെബ്സൈറ്റിൽ നിന്നുള്ള ടിക്കറ്റ് കൊണ്ട് യാത്ര ചെയ്തുവെന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കേൾക്കുന്ന അവകാശവാദം ഒട്ടും വിശ്വാസയോഗ്യമല്ലാത്ത കാര്യമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വശം കൂടി പറയാം. നമ്മുടെ പഴയ വെബ്സൈറ്റായ ലാക്പോർട്ടിൽ ഷിപ്പിംഗ് ബിൽ അടിക്കുന്നതിന് വേണ്ടി വോയേജ് ആക്റ്റീവ് ആക്കാൻ കുറച്ച് ഡമ്മി ടിക്കറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന സീറ്റ് നമ്പർ 100 എന്ന ടിക്കറ്റാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി കാണുന്നത്. ഇതേ സീറ്റ് നമ്പറിൽ അതേ വോയേജിൽ IRCTCയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ബോർഡിംഗ് പാസുമായി മറ്റൊരു യാത്രക്കാരൻ യാത്ര ചെയ്തതിനുള്ള തെളിവും പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് മിസ്റാവ് ഉന്നയിച്ച ആ വാദവും പൊളിയും. മിസ്റാവിലൂടെ മഹദ ഹുസൈൻ ഉന്നയിച്ചിരിക്കുന്ന ഇത്തരം മിസ്ലീഡിംഗ് ക്ലെയിംസ് പൊതുജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി അവരുടെ മിസ്റാവ് തെറ്റിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇതിലൂടെ യഥാർത്ഥ ടിക്കറ്റ് ഗ്രാബേഴ്സ്, ടിക്കറ്റ് ഹാക്കേഴ്സ് എന്നിവർ ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മാറിപ്പോവുകയും ചെയ്യും. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വിവരങ്ങളും ജനങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ടെക്നിക്കൽ റിയാലിറ്റി മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി IRCTC ഷിപ്പ് ടിക്കറ്റ് ആരാണ് ഹാക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് ഹാക്ക് ചെയ്യപ്പെടുന്നത്? ടിക്കറ്റ് റിലീസായി നിമിഷങ്ങൾക്കകം ഈ ടിക്കറ്റ് എങ്ങനെയാണ് അപ്രത്യക്ഷമാവുന്നത് എന്നതിനെക്കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് വീഡിയോയ്ക്കായി അടുത്ത എപ്പിസോഡിന് കാത്തിരിക്കുക. ബൈ.